ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിന്ന് കൊട്ടിയൂരമ്പലത്തിൽ വന്നിട്ടാണുള്ളത്. നല്ല തിരക്കുള്ള ദിവസമാണിന്ന്. വണ്ടിയൊക്കെ അവിടെ നിർത്തി ഞങ്ങളിങ്ങനെ അക്കരെ കൊട്ടിയൂരൊക്കെ പോകാൻ വേണ്ടി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുഴക്കരയിലെത്തി. അവിടെ പാലമുണ്ട്, ചപ്പാടുമുണ്ട്. ഏതിനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ചിലവർ കുളിക്കുന്നുണ്ട്, ചിലവർ കാലം കഴിയൊക്കെ കഴുകിയിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ പോലീസുകാരൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പോലീസുകാരൊക്കെ ഉണ്ട്. കർണാടക പോലീസും ഇന്ന് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം കർണാടകത്തിൽ നിന്ന് ഒരുപാട് ഭക്തർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 80% എനിക്കവിടെ ഫീൽ ചെയ്തത് കർണാടകക്കാരാണ്. അത് നേരെ മണിത്തറയിൽ കയറേണ്ടവർക്ക് അവിടെ ലൈന് നിൽക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അറിയാത്ത ആരെങ്കിലും അല്ലേ, നമ്മളെ ഇതിനെപ്പറ്റി തീരെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഡെയിലി വിസിറ്റ് ചെയ്യുന്നത്. ഇന്ന് കാണാൻ നോക്കി ഇതുപോലത്തെ കാണുന്നില്ലേ അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ ലൈനിൽ നടന്നു അവിടെ തിരുവഞ്ചേരിയിലെത്തി. അവിടെ മണിത്തറയിൽ കയറേണ്ടവർ മാത്രമേ അവിടെ ലൈന് നിൽക്കുന്നത്. അവരുടെ കുറച്ച് കൂട്ടമായിട്ടാണ് അങ്ങ് താഴെ നിന്ന് കയറ്റി വരുന്നത്. അതിനുശേഷം നമുക്കവിടെ വലം വെച്ചിട്ടൊക്കെ വരാൻ പറ്റുന്നു. പിന്നെ എല്ലാ ദിവസവും സ്പെഷ്യൽ പൂജകളൊക്കെ ഉണ്ടാവും. ഭക്തജനങ്ങൾ അങ്ങനെ എന്താ പറയണ്ടേ, കണ്ട് മനസ്സിലാക്കുക നിങ്ങൾ എത്ര തിരക്കുണ്ടെന്നുള്ളത്. ഓരോ ദിവസവും അത് ഭയങ്കര തിരക്ക് കൂടി കൊണ്ടിരിക്കും. ഓക്കെ, സാധാ അത് വിളക്കാണ്. മണിത്തറയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് എനിക്ക് ചാൻസ് കിട്ടില്ല ദൂരെ നിന്ന് എടുക്കാൻ. ആ വിളക്കിൻ്റെ അടുത്താണ് മൂക്കിയൊക്കെ വെച്ചിട്ടുള്ളത്. ഓക്കെ, ബാക്ക് സൈഡിൽ നിന്ന് കാണുന്നതാണ്. അങ്ങനെ ഞങ്ങളവിടെ എത്തി. ഞങ്ങൾ തിരുവഞ്ചേരിയിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. ബൈക്ക് അവിടെ കാണുന്നുണ്ട്. ഒരു ഭയങ്കരപ്പെട്ട തിരക്ക് തന്നെയാണ്. നടക്കാൻ പറ്റുന്നില്ല. പണ്ടായാലും പറയില്ലേ, പൂഴി ഇട്ടാൽ നിലത്ത് വീഴത്തില്ല എന്ന് പറയുന്ന രീതിയിലുള്ള തിരക്കായിരുന്നു. ഞങ്ങൾ മണിത്തറയിലൊന്നും ചെയ്യുന്നില്ല, പുറത്തുനിന്ന് സാധാരണ അതിലൂടെ നടക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഒരു വട്ടം തന്നെ കഷ്ടപ്പെട്ടാണ്. അത്രയും തിരക്കാണ്. കാണുന്നില്ലേ നിങ്ങൾ? ഇത് ഈ സൈഡിൽ നിന്ന് മാത്രം കാണുന്നത്. അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ തന്നെ ജനങ്ങളോട് കണ്ടിട്ടുണ്ട്. കാരണം എല്ലാ സൈഡിലും പോയിട്ട് ഇത് നമുക്ക് സ്പെഷ്യൽ ടിക്കറ്റ് കൂപ്പൺ വാങ്ങിയിട്ട് പുതിയതായിട്ട് ടിക്കറ്റൊക്കെ കിട്ടും. അത് വാങ്ങിയിട്ട് നമ്മൾ ഇപ്പോൾ ആനകൾ 6 വട്ടം അല്ലെങ്കിൽ 6 വട്ടം 15 വട്ടം രീതികളാണ്. അതിനുശേഷം നടന്നു മുന്നിൽ ദേവിയും അതിൻ്റെ പിന്നിലുള്ളത് സ്വയംഭൂവാണല്ലോ. അപ്പോൾ ഈ 6 വട്ടം പ്രദക്ഷിണം വെക്കുന്നത് കൊണ്ട് ജനങ്ങൾക്ക് അവിടെ തൊഴാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രയും അങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വന്നിങ്ങനെ ചുറ്റിനും ഇങ്ങനെ കണ്ടു വെച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു തിരക്ക് നമ്മളിങ്ങനെ നിന്ന്. പക്ഷെ ഞാൻ എത്രയോ വർഷമായിട്ട് പോകുന്നതാണ്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ അവിടുന്ന് കൂപ്പൺ പൈസ കൊടുത്ത് സ്പെഷ്യൽ കൂപ്പൺ വാങ്ങുക, അല്ലെങ്കിൽ ആരെങ്കിലും VIPs അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ അവരെ കയറ്റി വിടുന്ന സ്ഥലമാണ് ഈ ഷെഡിൻ്റെ. അതല്ല, അതിൻ്റെ മേലെ വെച്ചിട്ടില്ല. ആ മൂർത്തിയാകും, മറ്റേ സ്വയംഭൂവാകും. ചെറിയൊരു ഭയമുണ്ട്. കാരണം പലയിടങ്ങളിൽ വരണ്ട് ഓടുന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കൊട്ടിയൂരമ്പലത്തിൽ അന്ന് മുതൽ വരെ സംഭവം ഉണ്ടായിട്ടില്ല. വലം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനകൾ ഇത് സ്പെഷ്യൽ കൂപ്പണത്തിൻ്റെ മറ്റുള്ളവരുടെ അങ്ങേ ഭാഗത്ത്
അവിടെയാണ് അതങ്ങ് മുകളിൽ നിന്ന് ഇങ്ങനെ ലൈനിൽ നിൽക്കുന്ന ആൾക്കാർ താഴോട്ട് വരും. അവരെ കുറച്ചായിട്ട് ഇങ്ങനെ കയറും. ബാക്കിയുള്ളവർ ആന നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ജനസാഗരം എന്ന് വേണം വിശേഷിപ്പിക്കാൻ. ഇത് ഡേ ടൈമിൽ 6 പ്രാവശ്യവും രാത്രി 12 പ്രാവശ്യവും വലം വെക്കുന്ന പറയുന്നത്. അപ്പോഴത്തേനും ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. 6 പ്രാവശ്യം തന്നെ ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് ടൈം എടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും ആൾക്കാരങ്ങനെ ഒഴുകി വരുമല്ലേ, അത് മുഴുവൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്നൊരു ഭയങ്കര തിരക്കനുഭവപ്പെടും. ഇത് കഴിഞ്ഞ് ആനകൾ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്നൊരു അസാധ്യ തിരക്കാണ്. അവിടെ സെക്യൂരിറ്റീസിൽ നിന്ന് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് എനിക്കിങ്ങനെ കാണാൻ പറ്റുന്നത്. പക്ഷെ എന്നാലും മോശമില്ലാത്ത അറേഞ്ച്മെൻറ്റ്സ് ആണ്. പണ്ടത്തെ മാതിരിയല്ല. അവിടെ 2-3 ദിക്കുന്നൊക്കെ നമുക്ക് പ്രസാദമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അതൊക്കെ മാറ്റി ഒരു സൈഡ് പ്രസാദം കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അവിടെ നെയ്യാട്ടം നടന്ന വഴി എല്ലാവർക്കും പ്രസാദമായിട്ട് ഇതിന് ചുറ്റിലും ആൾക്കാർ നിൽക്കുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ. ഈ സൈഡിൽ മാത്രമേ ഞാൻ വീഡിയോ വെച്ചിട്ടുള്ളൂ. നമുക്ക് കാണാം ആന ഇപ്പം കയറി പോവുമായിരിക്കും. അതിനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ. ആന ഇങ്ങോട്ട് പിന്നിലാണ് കയറുക. ഈ ഷെഡിൻ്റെ ബാക്ക് സൈഡിൽ അങ്ങോട്ടാണ് കയറി അവിടെ മരത്തിൻ്റെ ചോട്ടത്തിൻ്റെ വെച്ച് അപ്പോൾ പെട്ടെന്ന് ജനങ്ങൾ പുറത്തോട്ട് വരാൻ വേണ്ടി ആകാംക്ഷരായിരിക്കുകയാണ്. കാരണം ഒരുപാട് ദൂരെ നിന്നൊക്കെ വന്ന് ജനങ്ങളുണ്ട്. റോഡൊക്കെ അധികം ബ്ലോക്കായിട്ടാണ് കാണുന്നത്. ബ്ലോക്കായി എല്ലാവരും അധികം എനിക്കൊന്നൊരു 80% കൂടുതൽ ആൾക്കാർ സ്വന്തം വണ്ടികളിലും ടാക്സിയിലും ഒക്കെയാണ് വരുന്നത്. ബസ്സിലൊക്കെ ആൾക്കാർ വളരെ കുറവാണ്. നമ്മളെ ഒരു കഴിഞ്ഞ് പോകുമ്പോൾ 2-3 സ്റ്റേറ്റ് ബസ് വരുന്നതായിട്ട് വഴിയിൽ കണ്ടു. അതിലൊക്കെ 5-10-6 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ജനങ്ങളെല്ലാം കൂടുതലും ഇപ്പോൾ വണ്ടികളിലും പേഴ്സണൽ വാഹനങ്ങളിലും അതുപോലെ ടാക്സിയൊക്കെ ആയിട്ടാണ്. പിന്നെ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നു. ഓക്കെ.